പായസ മത്സരം തുടങ്ങിയോ? പായസ മത്സരം തുടങ്ങാൻ പെണ്ണുങ്ങളെല്ലാം കൂടിയാണ് വന്നു വെച്ചിരിക്കുന്നത്. ജഡ്ജില്ലാണ്ട് മത്സരം നടത്തുക. അപ്പം ഇല്ലേ മത്സരം ഇല്ലെങ്കിൽ ആ പെണ്ണുങ്ങളെല്ലാം കൂടി ഇന്നെ തല്ലിക്കൊണ്ടു. ഇല്ലേ പറയണേ, ഞാനൊരു തുള്ളിയും കുടിച്ചിട്ടില്ല. ഇല്ലേ ഇവിടെ കുത്തിന് അടിക്കാലോ. ഇനി ഇവിടെ കുത്തിട്ട് അടിച്ചോ, എനിക്ക് എവിടെ നിന്ന് അടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഏതെങ്കിലും ഒരു ജഡ്ജിനെ കിട്ടും നോക്കട്ടെ. ഞാനേ ഒരു പായസ പാചക മത്സരത്തിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിട്ട് ആക്കിയിരുന്നു. ഏട്ടാ മിണ്ടാണ്ട് പോടിച്ചങ്ങായി, ബാക്കിയുള്ള ബാലിന് തീ പിടിച്ച് നിൽക്കുക. ഓണത്തിന് ഇറക്കാൻ ഇറങ്ങിയായി എന്താട്ടാ ചായ കുടിക്കാൻ ആരകാലപ്പം പിടിക്കുക. പണ്ടറങ്ങാൻ പോയി നിൽക്കുന്നു. നിനക്ക് വിശപ്പിന് പായസം മതിയോടോ? ഇവനാ നമ്മളെ ജഡ്ജ്. ജഡ്ജിനെങ്കിൽ ജയിലിൽ കൊണ്ടുവരിക. നിനക്കെന്താ പ്രാന്താ? ഇവനൊക്കെ വലിച്ചാൻ കൊണ്ടുപോകുക. കൊണ്ടുപോയേ പറ്റൂ. ഇനി ഇവനെ കൊണ്ടുപോയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്ക്, മുടിയൊക്കെ ഒന്ന് വെട്ടിക്ക്. ഞാൻ ഇന്നിന്റെ പായസം ഞാൻ അവിടെ കൊടുക്കാം. ഞാനോ? കുളിപ്പിച്ചാ വൃത്തിയാകുമായിരിക്കൂലേ? സോപ്പിട്ട് കുളിപ്പിച്ചാ വൃത്തിയാവിടോ. കേറ്. കാല് നേരിട്ട് ഇരിക്കണോ? ഇങ്ങനത്തെ അക്കായിട്ട് ഈറ്റ അവരവർ മുതൽ എഴുതി കിട്ടുന്ന കുറച്ചമ്പരൻ എന്താ കടങ്ങി. ഇനി ഇന്റെ ഭാഷ ഏതായാലും ജഡ്ജ് ചെയ്യണം. അപ്പൊ ഞാനിപ്പം പോയി കുളിക്കും. വൃത്തിയാട്ടോ. ഇത് മതി, ഇനി പെറുക്കില്ല. പ്രമാണിയാ. സ്റ്റേണാക് ആദ്യം ആരോട് മുണ്ടേ വേണ്ട കേട്ടോ. ഞങ്ങൾ വിട്ടോ, ഞാൻ അങ്ങോട്ടെത്താം. അല്ല ഇങ്ങൊക്കെ എവിടെയുള്ളത്? പായസ മത്സരം കഴിഞ്ഞിട്ട് എത്ര നേരമായിടോ? ഇതെന്താ ഫലം പ്രഖ്യാപിക്കാത്തത്? എത്ര നേരമായത്? പായസ മത്സരത്തിന്റെ റിസൾട്ട് കിട്ടില്ല പറഞ്ഞ ജനങ്ങൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. ഇതാണ് വെച്ചേക്ക്. നീ വാ, നമ്മള് പോയി നോക്കാം. അതൊക്കെ ഇടക്കുന്ന നിങ്ങൾക്ക് അറിയാത്ത വെള്ളത്തിൽ വീണ റിസൾട്ട് ഇപ്പം എന്താക്കൂ? എല്ലാവർക്കും ഫസ്റ്റ്.